പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുവചനങ്ങളിലൂടെ അങ്ങയുടെ രക്ഷാകരമായ വലിയ അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെയോർത്ത് നന്ദി പറയുമ്പോൾ, കർത്താവേ, അങ്ങയുടെ വചനം സ്വീകരിച്ച് ആ വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും പൈശാചികമായ ശക്തികളെയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് വലിയ കൃപയിൽ, വലിയ അഭിഷേകത്തിൽ വചനത്തെ സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങൾക്കും ഇടയാകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി അതിനായി പ്രാർത്ഥിക്കണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചന ഭാഗത്തിൽ നിന്ന് തിരുവചനം നമ്മൾ ധ്യാനിക്കുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ ഈശോ അവളോട് പറഞ്ഞു, മകളെ, സമാധാനത്തിൽ പോയിക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. നമുക്കറിയാം, വചനഭാഗം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു മേഖലയാണ്, വചനഭാഗമാണ്. സംഭവം നമുക്ക് സുപരിചിതമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു മകളെ നിയമജ്ഞരും ഫരിസയരും ചേർന്ന് പിടിച്ച്, അവൾ പിടിക്കപ്പെട്ടവളാണ്, യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈശോയോട് പറയുകയാണ്, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ്. മോശയുടെ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്നാണ് നിയമം. ലേവ്യരുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 10-ാം വചനത്തിൽ പറയുന്നുണ്ട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള നിയമമുണ്ട്. ഇത് നിയമമാണ്. ഈ നിയമം അനുസരിച്ച് പിടിക്കപ്പെട്ട ഈ മകളെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം പറയുന്നത്, നീ എന്തു പറയുന്നു? ഈ ചോദ്യത്തിന് മുമ്പിൽ വലിയ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈശോയെ പരീക്ഷിക്കാനും, ഈശോയെ കുടുക്കിൽപ്പെടുത്താനും, ഈശോയെ പരാജയപ്പെടുത്താനും എന്ന പോലെയാണ് ഈ നിയമജ്ഞരും ഫരിസയരും കൂടിയിട്ട് ഇവളെ പിടിച്ചു കൊണ്ടുവരിക. അവിടെ ഒത്തിരിയേറെ കെണികളുണ്ട്. ഒന്നാമത്തെ ഒരവസ്ഥ, അതായത് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരവസ്ഥയുണ്ട്. ഈശോ വന്നത് പാപികളെ തേടിയാണ്. ഈശോ വന്നതും ആരെ കൊല്ലാനല്ല. ഈശോ വന്നത് ജീവൻ നൽകാനാണ്. ഈശോ വന്നത് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് തൻ്റെ മക്കളെ അനയിക്കാനാണ്. ഇതെല്ലാമാണ് ഈശോയുടെ വ്യക്തിത്വം. അതൊരു വശത്ത്. മറുവശത്ത് നിയമമുണ്ട്. ഈശോ വന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. നിയമത്തെ പൂർത്തിയാക്കണം ഈശോയ്ക്ക്. അതോടൊപ്പം തന്നെ അവിടെ ആ സമയത്ത് യഹൂദജനം റോമിൻ്റെ കീഴിലാണ്, റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. ആരെയും വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള അവകാശം ആർക്കുമില്ല. അതുകൊണ്ടാണ് പീലാത്തോസിനോട് ഈശോയെ കൊണ്ടു ചെന്ന് അവനെ മരണശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് പറയുന്ന സമയത്ത് പീലാത്തോസ് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ നിങ്ങളെ നിയമം വെച്ച് അവനെ അവനെ വിധിച്ചു കൊള്ളുക. അപ്പോൾ പീലാത്തോസിനോട് യഹൂദർ പറയുന്നുണ്ട്, ഫരിസേയ നിയമജ്ഞൻ പറയുന്നുണ്ട്, ആരെയും മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. അതാണ് അവസ്ഥ. റോമിൻ്റെ കീഴില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈശോ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞാൽ, ഒന്ന്, ഈശോയുടെ വ്യക്തിത്വത്തിന് വിരുദ്ധമാകും. 2, റോമാ സാമ്രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ട് ഈശോയെ മാറ്റും. ഇനി അവളെ വെറുതെ വിടാൻ പറഞ്ഞാൽ ഈശോ നിയമത്തെ ലംഘിക്കുന്നവനാണ്, മോശയുടെ നിയമത്തെ അംഗീകരിക്കാത്തവനാണെന്ന് അവർ പറയും. എന്തു പറഞ്ഞാലും ഒരു കെണിയിൽപ്പെടുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഈശോയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കറിയാം ഈശോ ചെയ്ത പ്രവൃത്തി. ഈശോ ഒന്നും മിണ്ടുന്നില്ല. ഈശോ കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു, ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ഫരിസേയരും നിയമജ്ഞരും വീണ്ടും ആവർത്തിച്ച് ഈശോയോട് ചോദിക്കുക, ഇതാണ് ഈ മകൾ, ഇവളാണ് പിടിക്കപ്പെട്ട വ്യഭിചാരിണിയായ സ്ത്രീ, കല്ലെറിഞ്ഞ് കൊല്ലണം നിയമം, നീ എന്താ പറയണേ, നീ പറ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ നിവർന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതൊരു വലിയൊരു സംഭവം നടക്കുക. അതായത്
ഇവർ നിസാരക്കാരല്ല വന്നിരിക്കുന്നത്, ഫരിസയരാണ്, നിയമജ്ഞരാണ്, നിയമം അറിയുന്നവരാണ്, പണ്ഡിതരാണ്, ആ സമൂഹത്തിലെ പ്രധാനികളാണ്. ഇവരുടെ മുമ്പിൽ നിന്നൊഴിച്ച് ചോദിക്കുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. ഇപ്പോൾ നമ്മളോടാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെന്ത് ചെയ്തേനെ? സ്വാഭാവികമായിട്ടും നമ്മൾ നീതിമാന്മാരാണ്, ഞങ്ങൾക്ക് വലിയ പാപമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ആദ്യം കല്ലെടുത്ത് എറിഞ്ഞേനെ നമ്മളൊക്കെ. എന്നാൽ നമ്മളെക്കാളും നിയമജ്ഞ ഫരിസയരവർ, അവർക്ക് തങ്ങളെ തന്നെ തെളിയിക്കണം, ഞങ്ങൾ നിയമജ്ഞനാണ്, പാപമില്ലാത്തവരാണ് എന്നൊക്കെ തെളിയിക്കണം. എന്നാൽ അവിടെ നിന്ന് സംഭവിച്ചേ, അവരിൽ മുതിർന്നവർ തുടങ്ങി ഏറ്റവും പ്രായം കുറഞ്ഞവർ വരെയുള്ളവർ ഓരോരുത്തരായിട്ട് സ്ഥലം വിട്ടു. സംഭവിച്ചതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവശാസ്ത്രജ്ഞന്മാരിങ്ങനെ പറയുന്നത്. ഈശോ കുനിഞ്ഞ് നിലത്ത് എഴുതി. എന്തെഴുതി? ദൈവത്തിൻ്റെ കൽപ്പനകൾ. 1-ാം പ്രമാണം, 2-ാം പ്രമാണം, 3-ാം പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നെന്ന് പറയാം. അങ്ങനെ ഈശോ വചനം, കൽപ്പനകൾ എഴുതിയപ്പോൾ, ഈശോയുടെ വചനം ജീവനാണ്, ആത്മാവാണ്. ആ എഴുതപ്പെട്ട വചനത്തിൻ്റെ ജീവനും ആത്മാവും ഈ ഫരിസയരിലും നിയമജ്ഞരിലും നിറഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആത്മാവ് നിറഞ്ഞപ്പോൾ അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മ വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം കിട്ടും. ഈ വചനത്തിൽ നിന്ന്, ഈ എഴുതപ്പെട്ട വചനത്തിൽ നിന്നുള്ള ജീവനും ആത്മാവ്, അത് വേറെ ആരുമല്ല പറഞ്ഞതും എഴുതിയതും, ഈശോ തന്നെ വചനം ആകുന്ന ഈശോ തന്നെ നേരിട്ട് എഴുതിയപ്പോൾ ആ വചനത്തിൽ നിന്നുള്ള ജീവനും ആത്മാവും അതുപോലെ ശക്തിയായിട്ട് ഈ ഫരിസയരിലും നിയമജ്ഞരിലും വന്ന് ചെന്ന് നിറയുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് തോന്നുന്നില്ലല്ലേ അവർ പോകുന്നു. അവർ ഓരോരുത്തരായിട്ട് കല്ലെറിയാതെ ഈശോ പറഞ്ഞ ഈ വചനത്തിനനുസരിച്ച് അവർ വിട്ടുപോയെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു മാനസാന്തരത്തിൻ്റെ വലിയ അഭിഷേകം ഈ ഫരിസയരിലും നിയമജ്ഞരിലും നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഓരോരുത്തരായിട്ട് സ്ഥലം വിട്ടു. അത് കഴിഞ്ഞപ്പോൾ യേശുവും ആ സ്ത്രീയും മാത്രം, ആ മകളും മാത്രം അവശേഷിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, അവിടെ ശരിക്കും പറഞ്ഞ ഈശോ പറഞ്ഞതനുസരിച്ച് അവളെ കല്ലെറിയാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്, അതാണ് നമ്മുടെ ഈശോ. ഈശോയ്ക്ക് അവളെ കല്ലെറിയാം. ഈശോ പാപം ചെയ്തിട്ടില്ല, ഈശോ നീതിമാനാണ്, ഈശോ ദൈവപുത്രനാണ്. അവളെ ശിക്ഷിക്കാനും കല്ലെറിയാനും യോഗ്യതയുള്ളവനാണ് ഈശോ. ബാക്കിയെല്ലാവരും പോയി. എന്നാൽ ആ ഈശോ അവളോട് പറയാണ്, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. എങ്ങനെ, ഇനി നാം ചിന്തിക്കേണ്ട വിഷയം, എങ്ങനെ ഈശോയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റും? ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് എങ്ങനെ ഈശോയ്ക്ക് പറയാൻ പറ്റും? കാരണം നിയമമുണ്ട്. മോശയിലൂടെ ദൈവം പറഞ്ഞ നിയമമുണ്ട്. വ്യഭിചാരത്തിൽ ഇതുപോലെ പിടിക്കപ്പെട്ടവർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം, നിയമം. ഈശോ വന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല, പിന്നെയോ പൂർത്തിയാക്കാനാണ്. നിയമത്തെ പൂർത്തിയാക്കാൻ വേണ്ടി വന്ന ഈശോ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളായ ഇവളെ എങ്ങനെ ഫ്രീ ആയിട്ട് സമാധാനത്തോടെ വിട്ടയക്കും? എങ്ങനെ പറ്റും? അപ്പോൾ ഈ അവസ്ഥയിലൊരു കോൺട്രഡിക്ഷൻ വരും, ഒരു തെറ്റ് വരും. കാരണം എന്താണ്? ഈശോ നിയമത്തെ പൂർത്തിയാക്കാൻ വന്നു, നിയമത്തെ ലംഘിച്ചിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരിവിടെ സംഭവിച്ച കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈശോ ഇപ്പോൾ എങ്ങോട്ടുള്ള യാത്രയിലാണ്? ഈശോ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? ഈശോ ഒരു വലിയ ദൗത്യത്തോടെ വന്നേ. എന്തിന്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 29-ാം വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 1 പത്രോസ് 2:24 പറയുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. ഈശോ വന്നത് പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേക്ക് കയറി. എബ്രായർ 9:22 പറയുന്ന പോലെ, രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് രക്തം ചിന്തി മരിക്കാനായി ഈശോ വന്നേ. ഈശോ ആ കാൽവരിയിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ ഈശോ എപ്പോഴും പറയുന്നുണ്ട്, എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്.
എന്താണ് ഈശോ മുങ്ങാൻ പോകുന്ന മാമോദിസ? ഈ പാപപരിഹാര ബലിയർപ്പിച്ച് രക്തം ചിന്തി അർപ്പിക്കുന്ന ബലിയാണ് ഈശോ മുങ്ങാനിരിക്കുന്ന ആ മാമോദിസ. അതിനുവേണ്ടി ഈശോ ഇതാ യാത്രയിലാണ്. ആ യാത്രയിലായിരിക്കുന്ന ഈശോ ഈ മകളെ സമാധാനത്തോടെ വിട്ടയച്ചെങ്കിൽ അതിലടിസ്ഥാനം ഇതാണ്. ഈശോ പറയുകയാണ്, മകളെ, നിന്റെ പാപത്തിൻ്റെ വേദനം മരണമാണ്. റോമ 6:23 പറയുന്നുണ്ടല്ലോ, പാപത്തിൻ്റെ വേദനം മരണമാണ്. ഈ പാപത്തിൻ്റെ വേദനമാകുന്ന മരണത്തെ ഞാൻ നിനക്ക് വേണ്ടി സ്വയം വരിച്ചോളാം. നിയമത്തെ പൂർത്തിയാക്കാൻ വേണ്ടി വന്ന ഈശോ പാപത്തിൻ്റെ വേദനമായ മരണം എന്നുള്ള നിയമത്തെ പൂർത്തിയാക്കാൻ വേണ്ടി ഈ മകൾക്ക് അർഹതപ്പെട്ട പാപത്തിൻ്റെ വേദനമായ മരണത്തെ സ്വയം വരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവരുടെ പാപത്തെയും അവരുടെ പാപത്തിൻ്റെ വേദനമായ മരണത്തെയും സ്വന്തം ശരീരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സ്വയം ആ മരണം ഏറ്റെടുത്തുകൊണ്ട് ആണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആ മകളോട് പറയുക, മകളെ, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ഈ ഒരു വലിയൊരു സത്യം നമ്മൾ കുമ്പസാരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ, പാപത്തിൻ്റെ ആ പശ്ചാത്താപത്തോടെ കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓർക്കേണ്ട അറിയേണ്ട കാര്യമുണ്ട്. പാപത്തിൻ്റെ വേദനം മരണം എന്ന നിയമം മാറിപ്പോണില്ല. രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമം മാറിപ്പോണില്ല. പാപം നീക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റൂ എന്ന നിയമം മാറിപ്പോണില്ല. പാപമില്ലാത്തവനെ പാപം ഏറ്റെടുക്കാൻ പറ്റും. അതൊക്കെ അവിടെയുണ്ട്. എന്നാൽ ഈശോ അത് എല്ലാം സ്വന്തം ശരീരത്തിലും സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് ആ മകൾക്ക് പാപമോചനം നൽകി സമാധാനത്തോടെ പറഞ്ഞയക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വലിയൊരു അഭിഷേകത്തിൻ്റെ ശക്തി നമ്മൾ സ്വന്തമാക്കണം. പാപം ഏറ്റെടുക്കുന്ന കർത്താവ്, പാപത്തിന് പരിഹാരം ചെയ്ത് രക്തം ചിന്തി മരിക്കുന്ന എൻ്റെ ഈശോ, അതിനുവേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന ഈശോ ഇതാ ആ മകളെ സമാധാനത്തോടെ പറഞ്ഞയക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ പാപം ഏറ്റെടുത്ത കർത്താവിൻ്റെ ഒരു ദൗത്യപൂർത്തീകരണം, അതിനുവേണ്ടി രക്തം ചിന്തി മരിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം, അതിനുവേണ്ടി കുരിശിലേക്ക് കയറുന്ന കർത്താവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങൾ, ഇതെല്ലാം അവിടെ നിറയപ്പെട്ട് അതിൻ്റെ അനന്തര യോഗ്യതയിൽ നിന്നാണ്, അതിൻ്റെ ഫലമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ സമാധാനത്തോടെ പറഞ്ഞു വിടാനായിട്ട് ഈശോയ്ക്ക് കഴിഞ്ഞത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഫരിസേയർ, നിയമജ്ഞർ, അവർക്ക് മനസ്സിലായി എന്ത്? ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ പാപം ചെയ്തിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി. ഇനി നമുക്കറിയാം നമ്മളെല്ലാവരും പാപികളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 23-ാം വചനത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. എല്ലാവരും പാപം ചെയ്ത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ പറയുക, ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന നീതിമാൻ ആരുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. നമ്മളെല്ലാവരും ജന്മപാപത്തോടെ ജനിച്ചവരാ. നമ്മളെല്ലാവരിലും പാപത്തിൻ്റെ ഒരു മേഖലയുണ്ട്, പാപത്തിൻ്റെ അവസ്ഥയുണ്ട്. അപ്പം ഇനി ശ്രദ്ധിക്കുക, ഈ നിയമജ്ഞരും ഫരിസേയരും മനസ്സിലാക്കി തങ്ങൾ പാപികളാണെന്ന്. നമ്മളാണ് അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മളെന്ത് ചെയ്തേനെ? നമ്മൾ പാപികളൊക്കെ തന്നെയാണ്. നമ്മളെന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്തേനെ? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ ഫരിസേയരും നിയമജ്ഞരും തങ്ങൾ പാപികളാണെന്നറിഞ്ഞിട്ടും അവർ ആ സ്ഥലം വിട്ടുപോയി. എന്നാൽ ഇവിടെ ഒരാളുണ്ട്. ആരാണത്? എൻ്റെ ഈശോ. പാപം ഏറ്റെടുക്കാൻ വന്നവൻ, പാപത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, പാപത്തിനു വേണ്ടി പരിഹാരമായിട്ട് രക്തം ചിന്തി മരിക്കുന്ന ഈശോ ഉണ്ട്. ആ ഈശോയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ ഈശോയുടെ കാൽ കീഴിൽ വീണുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ആ ഫരിസേയരും നിയമജ്ഞരും ചെയ്യേണ്ടി ഇരുന്നത് കർത്താവിൻ്റെ കാൽപാദങ്ങൾ വീണിട്ട് ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടൊപ്പം, പാപിനിയായ ആ സ്ത്രീയോടൊപ്പം മുട്ടുകുത്തിയിട്ട്, കർത്താവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളോട് കരുണയായിരിക്കണമേ, പാപം നീക്കുന്ന കർത്താവേ, പാപത്തിന് പരിഹാരമായിട്ട് രക്തം ചിന്തുന്ന ഈശോയെ, ഞങ്ങളുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളോട് ക്ഷമിക്കണമേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു ഇവർ.
എന്നാൽ കഷ്ടമേ എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവർ ഈശോയെ വിട്ടുപോയി. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ സ്വന്തമാക്കേണ്ട, നമ്മളൊക്കെ സ്വീകരിക്കേണ്ട ഒരു ആത്മീയമായ ദിവ്യരഹസ്യം കൂടി ഈ തിരുവചന ഭാഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി നിറച്ചു തരികയാണ്. കാരണം നമ്മളെല്ലാവരും പാപികളാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 2-ാം വചനം വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ, പാപത്തിന് പരിഹാര ബലിയായ ഈശോ, ആ യേശുവിങ്കലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഈശോ നമ്മോടും പറയും, മകനെ മകളെ സമാധാനത്തോടെ പോകുക. ആ പാപം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് രക്തം ചിന്തിക്കൊണ്ട് ആ പാപത്തിൻ്റെ വേദനമായ മരണത്തിൽ നിന്നും മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിൻ്റെ പിടിയിൽ നിന്നും നമ്മെ മോചിപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായ സമാധാനം, യഥാർത്ഥമായ രക്ഷ ദൈവം ഈശോ നമുക്ക് നൽകി അനുഗ്രഹിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന് നാം ചെയ്യേണ്ടത് ആ കർത്താവിങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് എനിക്കെൻ്റെ ഈശോയെ വേണം, ഐ നീഡ് ജീസസ്, എനിക്കെൻ്റെ ഈശോയെ വേണം. കാരണം പാപം നീക്കുന്നവൻ ഈശോ മാത്രമാണ്. യേശു ഏകരക്ഷകൻ. എന്തുകൊണ്ടാണ്? പാപം നീക്കുവാൻ വേണ്ടി വന്ന ഒറ്റ ദൈവമുള്ളൂ, അതെൻ്റെ യേശുവാണ്. ആ കർത്താവിനെ എനിക്ക് വേണം എന്നുള്ള വലിയ സത്യം നമ്മൾ അറിയുമ്പോൾ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 26-ാം വചനത്തെ വായിക്കുന്നുണ്ട്, രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നമുക്കായിട്ട് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, രക്തം വഴിയുള്ള പാപപരിഹാരമായി കർത്താവ് നമുക്ക് വേണ്ടി ഈശോ ഏൽപ്പിച്ച് തന്നിരിക്കുക. അതുകൊണ്ട് ആ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോയുടെ ബലി ഇന്നും നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നുണ്ട്. ആ ബലിയുടെ യോഗ്യതയിൽ നിന്ന് ഈശോ നമുക്ക് തരുന്ന കുദാശകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ സ്വീകരിക്കണം. ആ ബലിയിലേക്ക്, ആ കുദാശകളിലേക്ക്, ആ യേശുവിങ്കലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കും ലോകത്തിനും സഭയ്ക്കും ഈ അവസ്ഥയിൽ നമുക്കറിയാം, നമ്മളൊക്കെ പാപികളാണ്. പാപത്തിൻ്റെ മേഖല നമ്മുടെ എല്ലാവരുടെ മേലും നമ്മൾ കണ്ടു വചനം, നീതിമാന്മാരായിട്ട് ആരുമില്ല, ഒരിക്കലും പാപം ചെയ്യാതെ നീതിമാന്മാരായി ജീവിക്കുന്ന ആരുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായിട്ട് മാറി. നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത് ജന്മപാപത്തോടെയാണ്. ഈ പാപത്തിൻ്റെ അവസ്ഥ നമ്മിൽ ഉള്ളതുകൊണ്ട് ഇത് അറിഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പാപം നീക്കുന്ന യേശുവിങ്കലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റണം. ആ ഫരിസേയർക്കും നിയമജ്ഞർക്കും സംഭവിച്ച ഗതികേടെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ പാപം നീക്കുന്നവൻ്റെ അരുകത്ത് ആയിരുന്നിട്ടും അവനിൽ നിന്ന് അവർ ഓടിപ്പോയി, അവനിൽ നിന്ന് ദൂരെ പോയി, ഓരോരുത്തരായിട്ട് അവിടെ വിട്ടുപോയി. ആ ഒരു അവസ്ഥ ഇന്ന് നമുക്കൊക്കെ ഉണ്ട്. ഇന്ന് പല മക്കളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവിങ്കിലേക്കൊന്ന് തിരിയാൻ, പാപത്തെ ഒന്ന് വിട്ടുപേക്ഷിക്കാൻ, വഴിതെറ്റിപ്പോയ ജീവിതങ്ങളെ ഒന്ന് മാറ്റിയിട്ട് ആ വചനത്തെ ലംഘിച്ച് ജീവിച്ച ജീവിതങ്ങളെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ ഇന്ന് ഈ ഫരിസേയരെ പോലെ, നിയമജ്ഞരെ പോലെ പള്ളി വിട്ട്, കൂദാശ വിട്ട്, ദൈവത്തിൻ്റെ വചനം വിട്ട്, വിശുദ്ധ കുർബാന വിട്ട് അനേകം മക്കൾ ഓടിപ്പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു സമാധാനം നമുക്കും നമ്മുടെ ജീവിതങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നഷ്ടപ്പെട്ടു പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് മക്കളെ സമാധാനം. ആ സമാധാനം നഷ്ടപ്പെട്ടു പോകാനുള്ള വലിയ കാര്യം എന്താണ്? പാപമാണ്. പാപത്തിൻ്റെ വേദനമായ മരണമാണ്. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നും കൂടി നമ്മൾ ഓർക്കണം. എന്താണ്? പാപത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള സാത്താൻ. അതാണ് ഹെബ്രായർ 2:15 പറയുന്ന, തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ അവൻ മോചിപ്പിച്ചു. ഈശോ തരുന്നത് ഭയങ്കര മോചനമാണ് മക്കളെ. ഈശോ പാപം നീക്കുക മാത്രമല്ല, മരണത്തെ പരാജയപ്പെടുത്തുക മാത്രമല്ല, ഇതിൻ്റെ എല്ലാം മേൽ അധികാരമുള്ള പിശാച്. ഒരു കാര്യം ഓർത്തോ, നമ്മൾ പാപം ചെയ്യുമ്പോൾ
നമ്മുടെ മേൽ സാത്താൻ അവകാശം ഉറപ്പിക്കും. അവൻ്റെ കെട്ട് അവൻ കെട്ടും, അവൻ്റെ ബന്ധനത്തിലേക്ക് നമ്മെ അവൻ ബന്ധിച്ചിടും. എന്നാൽ പാപത്തെ നീക്കുന്ന കർത്താവ് ആ പാപത്തെയും പാപത്തിൻ്റെ വേദനമായ മരണത്തെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം മേൽ അവകാശമുള്ള അധികാരമുള്ള പിശാചിനെയും എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയേണ്ടി ഇരുന്ന അടിമത്തത്തിന് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന നമ്മയും നമ്മുടെ കുടുംബത്തെയും വിടുവിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് യഥാർത്ഥമായ സമാധാനം തരും, സ്വാതന്ത്ര്യം തരും. ഈ കർത്താവിനെ വിട്ടിട്ട് പോകാതിരുന്നാൽ മതി പ്രിയപ്പെട്ടവരെ. ഫരിസേയരും ഒരിക്കൽ കൂടി ശരിക്കും ധ്യാനിക്കണത്, ഫരിസേയരും നിയമജ്ഞരും ഈ കർത്താവിൻ്റെ അടുത്തുനിന്ന് പോയ എവിടെ പോയിട്ട് എന്ത് കാര്യം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തോ, ഈ കർത്താവിനെ വിട്ട് ഏകരക്ഷകനായ പാപം നീക്കുന്ന, ശാപം നീക്കുന്ന, മരണത്തെ പരാജയപ്പെടുത്തുന്ന സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവൻ തരാൻ വേണ്ടി ദിവ്യകാരുണ്യമായിട്ട് തൻ്റെ തിരുശരീരത്തിലൂടെ തിരുരക്തത്തിലൂടെ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ വിട്ടിട്ട് ഈശോയിൽ നിന്ന് അകന്നു പോയിട്ട് ആർക്കും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. വലിയ സത്യമാണ് പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റിയ ദുരന്തം, സഭയ്ക്ക് പറ്റിയ ദുരന്തം, നമ്മുടെ കുടുംബങ്ങൾക്ക് പറ്റിയ ദുരന്തം, ക്രൈസ്തവ വിശ്വാസത്തിന് പറ്റിയ ദുരന്തം, യേശുവിനെ വിട്ടിട്ട് ഈ യേശുവിൽ നിന്ന് ലഭിക്കുന്ന ഈ കാരുണ്യം, പാപം നീക്കുന്ന കാരുണ്യം, മരണത്തെ പരാജയപ്പെടുത്തുന്ന കാരുണ്യം, സാത്താനെ പരാജയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കാരുണ്യം, ദിവ്യ കാരുണ്യമായിട്ട് നമ്മൾ വസിക്കുന്ന ഈശോയുടെ കാരുണ്യം, അത് സ്വന്തമാക്കാതെ ഈശോയിൽ നിന്ന് അകന്നു പോയതല്ലേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അസമാധാനത്തിൻ്റെയും തകർച്ചയുടെയും കാരണമെന്ന് നമ്മൾ ശരിക്കും പരിശോധിക്കുമ്പോൾ ദൈവമേ അതാണെന്ന് പറയാൻ നമുക്ക് കഴിയും. ഇനി കഴിഞ്ഞാൽ പോരാ, ഈ കർത്താവിങ്കിലേക്ക് ഈശോ നമ്മുടെ ഇന്നും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെ. ആ ഈശോ ഇന്നും ജീവിക്കുന്നവരാണ്. ആ കർത്താവിൻ്റെ കാരുണ്യം, ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്നും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ കരുണയിലേക്ക് തിരിഞ്ഞ് കുംഭസാരത്തിലൂടെ വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ ശക്തിയും എൻ്റെ കർത്താവിൻ്റെ കാരുണ്യവും എൻ്റെ കർത്താവിൻ്റെ ജീവനും എൻ്റെ കർത്താവ് നൽകുന്ന സമാധാനവും എനിക്കും നിനക്കും സംലഭ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ വിശുദ്ധ ഫൗസ്റ്റ്യനായോട് പറഞ്ഞ പോലെ എൻ്റെ കരുണ നിലയില്ലാത്ത കടൽ പോലെയാണ്. ഇതാ തുറക്കപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മുമ്പിൽ, ഇതാ അനന്തമായ മഹാസാഗരം പോലെ കിടക്കുന്ന ആ കരുണയിലേക്ക് ഒന്നിറങ്ങിയാൽ മതി, ഒന്ന് കടന്നു വന്നാൽ മതി. അവിടെ നമുക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങ് മകളോട് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് പറഞ്ഞല്ലോ, മകളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക. അങ്ങ് അതിനുവേണ്ടി പാപം ഏറ്റെടുത്തു, അങ്ങ് രക്തം ചിന്തി, അവൾക്ക് അർഹതപ്പെട്ട മരണത്തെ അങ്ങ് സ്വയം ഏറ്റെടുത്തു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞങ്ങളുടെ പാപപരിഹാര ബലിമൃഗമായ കർത്താവെ, എൻ്റെ യേശുവേ, അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയെ സ്വന്തമാക്കി യഥാർത്ഥമായ രക്ഷ പ്രാപിക്കാൻ, സമാധാനം പ്രാപിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി സ്വന്തമാക്കി അഭിഷേകം പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ വചനം ഞങ്ങളിലും ഞങ്ങളുടെ ജീവിതങ്ങളിലും ലോകം മുഴുവനിലും സംഭവിക്കുവാൻ ഇടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.